അപ്പോൾ പാത്രം കാലിയാക്കുന്ന ആ നാടൻ റെസിപ്പി ഒന്ന് കണ്ടാലോ? മറ്റൊന്നല്ല, ഉണക്കമീനാണ്. തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മൺചട്ടിയാണ്. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് വലിയുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും അതുപോലെ തന്നെ കൂടെ തന്നെ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് കുറച്ച് വെള്ളമൊഴിച്ച് 2 കുടംപുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്താൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ് ഇട്ട് കൊടുക്കുന്നത്. മീൻ ചേർത്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും ഇത് വേവാനുള്ള വെള്ളവും കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. അതേസമയം നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. തേങ്ങയും ഉള്ളിയാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പാണ് റെഡിയാക്കാനുള്ളത്. ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ഉലുവയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും 2 വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ഒഴിച്ചാൽ നമ്മളെ നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.